എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹം കണ്ടു തുടങ്ങാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി അറിയുന്നില്ല. നിങ്ങൾക്ക് നൽകാനുള്ള പല കാര്യങ്ങളും ആ വ്യക്തി നൽകുന്നില്ല. അങ്ങനെ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ഒരു സംശയത്തിലുമായിരുന്നു. എന്തുകൊണ്ട് എന്നെ ആ വ്യക്തി അവഗണിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ആ വ്യക്തി പരിഗണിക്കുന്നില്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും ആ വ്യക്തി കടന്നുപോയി. അതുകൊണ്ടൊക്കെ ആകാം നിങ്ങളെ ചിലപ്പോൾ അവഗണിച്ചത്. പക്ഷേ നിങ്ങളെ അവഗണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ടായി. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കുറ്റബോധം വന്നിരിക്കുന്നു. നിങ്ങളെ അവഗണിച്ചത് മനഃപൂർവ്വമായിരുന്നില്ല. പുറമേ അവഗണിച്ചപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കാരണം ആ വ്യക്തിക്ക് അറിയാം, തൻ്റെ ദുഃഖങ്ങൾക്ക് ഇടയിൽ തൻ്റെ പോസിറ്റീവ് എനർജി, താൻ വിശ്വസിക്കുന്ന ശക്തി തനിക്ക് നൽകിയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത്. ആ യാഥാർത്ഥ്യം ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു നീക്കവും ഉണ്ടാവില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ വ്യക്തി കടന്നു പോകും. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊന്നും പ്രശ്നമാക്കാതെ, അതൊന്നും കാര്യമാക്കാതെ ആ വ്യക്തി കടന്നു പോകും. ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സങ്കീർണതകൾ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരിക്കലും ആ വ്യക്തി നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നീക്കവും ചെയ്യില്ല. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ എല്ലാത്തിനോടും സൗമ്യ ഭാവനയോടെ എല്ലാത്തിനെയും എല്ലാത്തിനെയും മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തി തെറ്റിനെ ന്യായീകരിക്കുകയില്ല. ഒരിക്കൽ പോലും ആ വ്യക്തി തിന്മയെ ന്യായീകരിക്കില്ല. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും എത്രയെത്ര പ്രശ്നങ്ങളുണ്ടായാലും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ വ്യക്തിയുടെ ശക്തി തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. എത്രയെത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ആ വ്യക്തിക്ക് ഹൃദയത്തിലുണ്ടാവും. ഒരിക്കലും നിങ്ങളെ അവഗണിക്കില്ല ആ വ്യക്തി. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം, ഇഷ്ടം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാൻ സാധിക്കും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ നന്മ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത്, ഏത് പ്രശ്നത്തെയും തരണം ചെയ്തുകൊണ്ട് ക്രിയാത്മകമായി കൃത്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ നന്മ, അതിൻ്റെ അലയൊലികൾ, ആ നന്മ നിങ്ങൾക്ക് വേണ്ടുവോളം അറിയാൻ കഴിയുന്നു. ഇതുവരെ കാണാത്ത ആ വ്യക്തിയുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങളുടെ, പ്രതീക്ഷയുടെ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അടുത്തതായിട്ട് പിങ്ക് പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ സ്നേഹം ലഭിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. എങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ കണക്കാക്കിയതുപോലെ ലഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടുക, മറ്റാർക്കും ആ സ്നേഹം ഡീവിയേറ്റ് ചെയ്ത് പോകാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് ആ സ്നേഹം ലഭിക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ സദാസമയത്തുള്ള ചിന്തയും. എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്ഥാനം, നിങ്ങളെന്നും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ കൃത്യമായ രീതിയിൽ സ്നേഹിച്ചില്ല,
അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്നേഹിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ കൂടുതലായിരിക്കാം. കാരണം ആ വ്യക്തി നിങ്ങളെ ഈ നിലയിൽ സ്നേഹിച്ചാൽ പോരാ, ഇതിൽ കൂടുതൽ സ്നേഹത്തോടെ സ്നേഹിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഒരുപക്ഷെ അത് ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ ആ വ്യക്തി നിങ്ങളെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്കതിൽ നിന്ന് ദുഃഖം ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് അക്കാര്യത്തിലൊരു ദുഃഖം ഉണ്ടാകുന്നു. ആ ദുഃഖം നിങ്ങളെ ഒരുപക്ഷെ പിന്തുടരുന്നുണ്ടാകാം. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കതിൽ ദുഃഖം ഉണ്ടാകുകയും നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പോകുന്നത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില ആളുകളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ദുഃഖം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ സ്നേഹിക്കാതെ പകുതി സ്നേഹം അല്ലെങ്കിൽ ഭൂരിപക്ഷം സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു? അത് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചേക്കാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലെ വേദനകളും എല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ ആഗ്രഹിച്ചുവോ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, അതിനെല്ലാം മാറ്റിമറിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. കാരണം നിങ്ങളുടെ കണ്ണുനീർ ഒരുപക്ഷെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശക്തി ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ പോസിറ്റീവ് എനർജി കാണുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള വിജയങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുന്നു. കാരണം എൻ്റെ വ്യക്തി എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള രീതി, അത് ആ രീതിയിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്കൊരു ആത്മബലം ലഭിക്കുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ലഭിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒന്ന് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നില്ല. അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായില്ല. എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആ വ്യക്തിയോട് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും ആ വ്യക്തിയോട് സ്വാതന്ത്ര്യത്തോടെ എല്ലാം ചോദിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ജീവിതം എത്തുന്നു. അതുതന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. ആ വ്യക്തിയിൽ ഒരു മാറ്റം അങ്ങനെ ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വേണ്ടി ആ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നൽകിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.